Start. Good morning, students. Good morning, teacher. എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? എല്ലാവരും മാത്സ് പഠിക്കാൻ വേണ്ടി ഉഷാറായി പുസ്തകം എടുത്തിരിക്കുകയാണല്ലേ? അപ്പോൾ ഇപ്രാവശ്യം എത്ര പേര് പുസ്തകം വാങ്ങി? പുസ്തകം ബാഗൊക്കെ സ്കൂളൊക്കെ തുറന്നപ്പോൾ പുസ്തകം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? 7 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പുസ്തകം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. ബാഗ് ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് കിട്ടും അല്ലേ? അപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുക? പുസ്തകം വാങ്ങാൻ ഒറ്റയ്ക്ക് പോയി പുസ്തകം വാങ്ങുന്നുണ്ടാവും. കടയിലൊക്കെ ഒറ്റയ്ക്ക് പുസ്തകം വാങ്ങുന്നുണ്ടാവും. ചിലരോ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒപ്പം പോയിട്ട് പുസ്തകവും ബാഗും കോട്ടയൊക്കെ വാങ്ങുന്നവരും ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് പുസ്തകം വാങ്ങുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് പറയാൻ. പേരാണിത് അപ്പു. അപ്പുവിൻ്റെ അനിയത്തിൻ്റെ പേരാണ് അമ്മു. അപ്പോൾ അപ്പുവിൻ്റെ അമ്മ ഒരു ദിവസം പറഞ്ഞു, അപ്പുവിൻ്റെ പണി ചെയ്യാം, എനിക്ക് 7 ബുക്ക് വേണം നിങ്ങൾക്ക് പഠിക്കാൻ. ഈ 3 പുസ്തകം തൽക്കാലം അടുത്തുള്ള വിവേകാനന്ദ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് വാങ്ങിക്കുക. എന്നിട്ട് 100 രൂപ കൈ കൊടുത്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം തന്നെ പോയിട്ട് നോട്ട് ബുക്കൊക്കെ 3 നോട്ട് ബുക്ക് വാങ്ങി. ബാക്കി 4 രൂപ നമ്മുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ എത്ര രൂപയുണ്ടാവും 3 നോട്ട് പുസ്തകത്തിന്? 96 രൂപയും. അപ്പോൾ അമ്മ ചോദിച്ചു, അപ്പോൾ മോനെ ഒരു പുസ്തകത്തിന് എത്ര വില? എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകത്തിന് എത്ര രൂപയെ വില ചോദിച്ചു. അപ്പോൾ അപ്പോ ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവും? ഈ കാര്യത്തിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ബീജഗണിതം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെ കേട്ടിട്ട് ബീജഗണിതം? കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലേ? എന്താ ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അവയെ അക്ഷരങ്ങളിലേക്ക് ചുരുക്കി എഴുതുന്ന രീതിയാണ് എന്ത്? ബീജഗണിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബീജഗണിതം കുറിച്ച് കുട്ടികളെടുത്ത് നോക്കാം. ഒരു പുസ്തകത്തിന്റെ വിലയാണ് എന്ത്? ഒരു പുസ്തകത്തിന്റെ വില അറിയുമോ? ഇല്ല. അത് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് അല്ലേ? അപ്പൊ 3 പുസ്തകത്തിന്റെ വില എന്താവും? 3x രൂപ അല്ലേ? അതാണ് എന്ത്? 96 രൂപ. ഈ 3x ആണ് എന്ത്? 96 രൂപ. അപ്പൊ x എന്താവും? 96 by 3 30 32 രൂപയാണ് എന്താ ഒരു പുസ്തകത്തിന്റെ വില. അപ്പൊ എന്താവും? അപ്പൊ വന്ന ഉത്തരം 32. അപ്പൊ ഇത് കേട്ട് പാടെ അമ്മ പറഞ്ഞു 32 രൂപയോ? ആ പ്രതിഭ പുസ്തകത്തിനൊന്നും വിലയില്ല. ഒരു ഓഫർ ഒന്ന് തന്നൂടെ? ഇത്ര സ്കൂളൊക്കെ തുറന്ന കാലമായിട്ട് ഓഫറൊക്കെ തന്നൂടെ? എടുത്തുവാൻ ഒരു പരസ്യം കാണിച്ചു കൊടുത്തു. എവിടെ? പ്രതിഭ പുസ്തകത്തിൽ ഒരു പരസ്യം കാണിച്ചു. പരസ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താ പരസ്യം? 8 നോട്ട് പുസ്തകത്തിനും 4 പേരയ്ക്കും 220 രൂപ, 5 നോട്ട് പുസ്തകത്തിനും 5 പേരയ്ക്കും 150 രൂപ. ഇത് കണ്ടപ്പോൾ അപ്പുറം സാക്ഷ്യം. ഇതൊന്നും ഇപ്പൊ എങ്ങനെ മനസ്സിലാവുക? നോട്ടുകളുടെ ലാഭമാണ് അല്ലേ? ഇവിടെ നോട്ട് ലാഭമാണെന്ന് എങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായത്? അപ്പുന് സംശയം. നിങ്ങൾക്ക് ആ സംശയം ഉണ്ടോ? നിങ്ങൾക്ക് കണ്ട് എന്തെങ്കിലും മനസ്സിലായോ? നോട്ട് പുസ്തകത്തിന് എത്ര വിലാന്ന്? നമ്മൾ പഠിച്ച ബീജഗണിതം ഉപയോഗിക്കാൻ പറ്റുമോ? എങ്ങനെ ഉപയോഗിക്കാം? അവിടെ നമുക്ക് എന്തായിരുന്നു? ഒരു സാധനത്തിന്റെ വില അറിയാം. ഇവിടെ സാധനത്തിന്റെ വില അറിയാം. 2 സാധനങ്ങൾ പുസ്തകത്തിന്റെ അറിയില്ല, പേനയുടെ അറിയില്ല. നമ്മുടെ കയ്യിൽ എത്ര സൂചനുണ്ട്? 2 സൂചനുണ്ട്. 2 സാധനങ്ങളുടെ വില അറിയില്ല, 2 സൂചന